നൂറ്റാണ്ടിന്റെ വിവാഹമെന്ന് വിശേഷിക്കപ്പെട്ട റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും ഫാർമസ്യൂട്ടിക്കല് വ്യവസായി വീരൻ മർച്ചന്റിന്റെ മകള് രാധിക മർച്ചന്റിന്റെയും വിവാഹ ചടങ്ങുകള് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച വാർത്തയായിരുന്നു. ന്യൂയോർക്ക് ടൈംസ്, ടൈം മാഗസിൻ, BBC, അൽ ജസീറ, വോഗ്, പീപ്പിള്, റോയിട്ടേഴ്സ് തുടങ്ങിയ മുൻനിര TV ചാനലുകൾക്ക് പുറമെ പരശുതം ഓൺലൈൻ പോർട്ടലും കവർ ചെയ്ത ആഡംബര വിവാഹമായിരുന്നു ഇന്നലെ നടന്നത്. നാളെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കള് പങ്കെടുക്കുന്ന വിരുന്ന സൽക്കാരത്തോടെ കല്യാണ മാമാങ്കത്തിന് തിരശീല വീഴും. ഫെബ്രുവരി മുതൽ ലോകത്ത് പലയിടങ്ങളിലായി ആരംഭിച്ച ചടങ്ങുകളാണ് നാളെ അവസാനിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനും ലോകത്തിലെ 10ാമത്തെ ധനികനുമായ മുകേഷ് അംബാനിയുടെ ഇളയ മകന്റെ വിവാഹത്തിന് 5000 കോടി ചെലവാക്കിയെന്നാണ് വെഡ്ഡിംഗ് ഇൻഡസ്ട്രീസ് രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. അതിഥികളെ കൊണ്ടുവരാനായി 100 ചാർട്ടേഡ് വിമാനങ്ങളാണ് റിലയൻസ് ഗ്രൂപ്പ് വാടകയ്ക്ക് എടുത്തിരുന്നതെന്നറിയുമ്പോൾ ചെലവിന്റെ ഏകദേശ രൂപം പിടികിട്ടും. എയർ ചാർട്ടർ കമ്പനിയായ ക്ലബ് വൺ എയർ എന്ന സ്ഥാപനത്തിനായിരുന്നു അതിഥികളെ ചാർട്ടർ വിമാനത്തില് മുംബൈയിൽ എത്തിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത്. മുംബൈ കുർള കോംപ്ലക്സിലുള്ള ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹത്തിന്റെ പ്രധാന ചടങ്ങുകള് ഇന്നലെ നടന്നത്. ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ധനകാര്യ പ്രസിദ്ധീകരണമായ ഇക്കണോമിസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വെഡ്ഡിംഗ് ഇൻഡസ്ട്രീസ് എന്നത് രാജ്യത്തെ കച്ചവട വ്യവസായത്തിലെ 4ാം സ്ഥാനത്താണ്. പ്രതിവർഷം $130 ബില്യൺ, അതായത് ഏതാണ്ട് 13 ലക്ഷം കോടി രൂപയുടെ വ്യവസായമാണ് നടക്കുന്നത്. അപ്പോൾ അനന്തു രാധിക വിവാഹത്തിന് 5000 കോടി മുടക്കി എന്നതില് അതിശയിക്കാന് ഒന്നുമില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ വമ്പൻ VIP നിരയാണ് കല്യാണ ചടങ്ങുകളില് സംബന്ധിക്കാനെത്തിയത്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിമാരായ ടോണി ബ്ലെയർ, ബോറിസ് ജോൺസണ്, മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റണ്, മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ്, മെറ്റ CEO മാർക്ക് സക്കർബർഗ് തുടങ്ങിയ VVIPകൾക്ക് പുറമെ ഹോളിവുഡ്, ബോളിവുഡ് താരങ്ങളും പങ്കെടുത്തിരുന്നു. ഇത്രയും പ്രധാനികള് പങ്കെടുക്കുമ്പോൾ ടാക്സി കാർ കമ്പനികള്, പൂവിൽപ്പനക്കാർ, ഹോട്ടലുകള്, വസ്ത്രവ്യാപാരികള്, ആഭരണ കച്ചവടക്കാർ, ഹോസ്പിറ്റലുകള് എന്നു വേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പെട്ടവർക്ക് ആഡംബര കല്യാണങ്ങള് നടക്കുമ്പോൾ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. അത്രയേറെ പണമാണ് പൊതുവിപണിയിലേക്ക് ഒഴുകുന്നത്. പ്രധാന വിവാഹ ചടങ്ങുകൾ നടന്ന ജിയോ കൺവെൻഷൻ സെന്ററിലെ VIPകളെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും സഞ്ചരിക്കാനുമായി ബാറ്ററി ഘടിപ്പിച്ച 300 കാറുകള്, 500 ഗോൾഫ് ബഗ്ഗികള്, ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന 100 കാറുകളാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് 10000 പേർക്ക് വിവിധ തരത്തിലുള്ള ജോലികൾ ലഭിച്ചുവെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കല്യാണത്തിന് വേണ്ടി മാത്രം 500 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്.